എൻ്റെ സ്ഥാപനത്തിൻ്റെ സ്വാതന്ത്ര്യത്ത് ജർമ്മനിയിൽ നിന്ന് വന്ന 12 പേരുടെ ഒരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പ് ലീഡർ അവരെ അയച്ച ആൾ മ്യൂണിക്കിൽ നിന്ന് വിളിക്കുകയാണ്. ആ ഗ്രൂപ്പിലുള്ള ഒരു ലേഡി, ഒരു വെർണർ, അവരൊന്ന് കാണണം, ഞാൻ തന്നെ പോയി കാണണമെന്ന് പറയും. അപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അയച്ച ആൾ പറഞ്ഞു, ആ ലേഡിക്ക് 30 വർഷമായിട്ട് ക്യാൻസറാണ്. പക്ഷെ ഞാൻ അവരെ കാണാൻ പോയി. അവർ വളരെ ആക്റ്റീവായിട്ട് വളരെ എനർജറ്റിക് ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഈ അയച്ചയാൾ പറഞ്ഞു, ഞാൻ ലേഡിയോട് സംസാരിച്ചു. അവരുടെ വിശ്വാസം, അവർ വർഷങ്ങളായിട്ട് യോഗ ചെയ്യുകയാണ്. അവർ കേരള ഗവൺമെന്റിന്റെ യോഗ അംബാസഡേഴ്സ് ടൂറിൽ 5 വർഷം മുമ്പ് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ടൂർ ഓപ്പറേറ്റർക്ക് പരിചയം. അപ്പൊ അവരുടെ വിശ്വാസം, അവർ ആ യോഗ ചെയ്യുന്നത് കൊണ്ടാണ് അവരുടെ ക്യാൻസർ അവർ സർവൈവ് ചെയ്യുന്ന അവരുടെ വിശ്വാസം. ഞാനിത് പറയുമ്പോൾ ശ്രീ എബി ചേട്ടനോട് ഒന്നാമത്തെ ഓൺകോളേജ് സെന്റർ നടന്നപ്പോൾ ഞാൻ റിക്വസ്റ്റ് വെച്ചു, ആയുർവേദവും യോഗയും കൂടെ ഈ ഒരു സബ്ജക്റ്റായിട്ട് ഒരു സെഷൻ ഉൾപ്പെടുത്തുന്നത് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം അത് ഉൾപ്പെടുത്തി. അപ്പം എനിക്ക് അറിഞ്ഞുകൂടാ എന്ത് ക്യാൻസർ ആയിരുന്നു അവർക്കെന്നോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് യോഗ, എങ്ങനെയാണ് അത് എഫക്ട് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. എനിവേ അവരുടെ ഒരു സാക്ഷ്യമായിട്ട് അവർ പറയുകയാണ്. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞത് മാത്രമേ ഉള്ളൂ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ സബ്ജക്റ്റിലേക്ക് മാത്രം വരികയാണെങ്കിൽ, പെട്ടെന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോഴാണ് എനിക്ക് സബ്ജക്റ്റ് കിട്ടിയത്. ഞാൻ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഒരു 5 സൊസൈറ്റി എന്നുള്ള വളരെ ജനറിക് ആയിട്ടുള്ള ഒരു വേർഡാണ്. ഈ ജനറിക് വേർഡിൽ പെട്ടെന്ന് പറയുകയാണെങ്കിൽ 5 സൊസൈറ്റിയിലെ 5 വിഭാഗം പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ അതിലൊന്ന് സർവീസ് കൊടുക്കുന്ന ആളുകൾ തന്നെയാണ്, ഡോക്ടേഴ്സ്. എനിക്ക് തോന്നുന്നു അവരാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷ്യൻസിന് ഹോപ്പ് കൊടുക്കുന്നത്. രണ്ടാമത്തെ ഒരു വിഭാഗം, അവരും സർവീസ് കൊടുക്കുന്നവരാണ്, പക്ഷെ അവരെ കൂടുതൽ ആരും അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. ഈ ഡോക്ടർമാർ പോലും മൈൻഡ് ചെയ്യാറെന്ന് എനിക്ക് സംശയമുണ്ട്. അത് വേറെ ആരുമല്ല, നേഴ്സുമാരാണ് ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി ഈ പേഷ്യൻസിനെ ഏറ്റവും കൂടുതൽ സൈക്കോളജിക്കലായിട്ടും എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതും. ഞാൻ ശ്രീധര ക്യാൻസർ സെന്ററിൽ പോയപ്പോൾ നേരിട്ട് എൻ്റെ ഒരു ബന്ധു അവിടെ വളരെ സീരിയസ് ആയിട്ട് മരിച്ചുപോയി. ചികിത്സിക്കാൻ പോയപ്പോഴാണ് ഞാൻ കണ്ടത്. സത്യം പറഞ്ഞാൽ ഈ ഡോക്ടേഴ്സും നേഴ്സുമാരും ഇങ്ങനെ ചികിത്സിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഇത്രയധികം എങ്ങനെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നു ആലോചിച്ചു. സത്യം പറഞ്ഞാൽ നമ്മൾ അവർ പൂജിക്കേണ്ടതാണ്, ഡോക്ടേഴ്സിനും നേഴ്സിനെയും. പിന്നെ ഉള്ളത് റിലേറ്റീവ്സ് ആണ്. പല വിധത്തിൽ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും റിലേറ്റീവ്സ്. 4ാമത്തെ സൊസൈറ്റി ഞാൻ കാണുന്നത് ഫ്രണ്ട്സ് ആണ്. അവർക്ക് ഇതുപോലെ തന്നെ അവർക്ക് ഒരുപക്ഷെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റും. ഈ 2 വിഭാഗത്തിനും, റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റും. അവർക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റും. പിന്നെ 5ാമത്തെ സൊസൈറ്റി നമ്മളൊക്കെയാണ്, പബ്ലിക് സൊസൈറ്റിക്കാണ് ഇതുപോലെയുള്ള ക്യാമ്പ് നടത്തുക, ഇതുപോലെയുള്ള സെമിനാറുകൾ നടത്തുക, സ്ഥാപനങ്ങൾ നടത്തുക, ഹോസ്പിറ്റൽ നടത്തുക, ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഈ 5 സൊസൈറ്റിയും കൂടി ശ്രമിച്ചാൽ എനിക്ക് തോന്നുന്നു ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്.